ഒക്കെ ഉണ്ട്. ഇതില് ഡാമേജ് ആണെങ്കിൽ ഡാമേജ് കൊടുക്കണം. അതുപോലെ എക്സോഷൻ പേജ് ആണെന്നുണ്ടെങ്കിൽ അതോ പേജ് കഴിഞ്ഞിട്ട് പുതുക്കാൻ വരുന്നവരാണെന്നുണ്ടെങ്കിൽ അവർക്ക് ആ ഓപ്ഷൻ വെച്ച് കൊടുക്കാം. അതോടൊപ്പം തന്നെ അവർക്ക് അങ്ങനെയുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ അവർക്ക് 60 പേജ് പാസ്പോർട്ട് സജസ്റ്റ് ചെയ്യുന്നത് നല്ലതാണ്. 500 രൂപ കൂടുള്ളൂ. 1500 2000 പോകും. അവർക്ക് 60 പേജിന്റെ പാസ്പോർട്ട് കിട്ടും. അതുപോലെ ലോസ്റ്റ് ആണെങ്കിൽ ലോസ്റ്റ് സെലക്ട് ചെയ്യാം. ഈ ലോസ്റ്റും ഡാമേജ് ഒക്കെ ആണെങ്കിൽ ഫൈൻ ഉണ്ടെങ്കിൽ ഫൈനും കൂടി നമുക്ക് എന്ത് വരും, ഈ ആപ്ലിക്കേഷന്റെ പേയ്മെന്റ് ചെയ്യുന്നതിന്റെ കൂട്ടത്തിൽ വരും. അതുപോലെ 3 വർഷം കഴിഞ്ഞ പാസ്പോർട്ട് ആണെങ്കിൽ അത് കൊടുക്കുക. അതുപോലെ 3 വർഷത്തിന്റെ ഉള്ളിൽ ഉള്ളതാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ എക്സ്പയർ ചെയ്യാൻ 1 വർഷത്തിന്റെ ഉള്ളിലുള്ളതാണെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് ആ ഓപ്ഷൻ കൊടുക്കുക. പാസ്പോർട്ട് 1 വർഷത്തിന്റെ ഉള്ളിൽ വരെ നമുക്ക് എന്ത് ചെയ്യാം, റിന്യൂ ചെയ്യാം സാധാരണഗതിയിൽ. അതല്ലാത്ത കേസുകൾ ഇതുപോലെ എന്ത് ചെയ്യണം, ചേഞ്ച് ഇൻ എക്സിസ്റ്റിംഗ് പേഴ്സണൽ പർട്ടിക്കുലേഴ്സ് കൊടുത്തിട്ട് ഇതിലുള്ള എന്തെങ്കിലും ഓപ്ഷൻസ്, ഇപ്പോൾ ഗിവൻ നെയിം കറക്ഷൻ ആണെങ്കിൽ അഡ്രസ്, അതുപോലെ സ്പൗസ് നെയിം ആഡ് ചെയ്യാനാണെങ്കിൽ അതുപോലെ സിഗ്നേച്ചർ, ഈ ഡിലീറ്റ് ECR, ഇതാണ് പ്രധാനപ്പെട്ട ഒരു പോയിന്റ്. ഇത് പലരും വിട്ടുപോകുന്നുണ്ട്, കാരണം നമുക്ക് ഒരുപാട് കോളുകൾ വരാറുണ്ട് ECRുമായി ബന്ധപ്പെട്ടിട്ട്. അപ്പോൾ ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, കാരണം അത് അവർക്ക് വളരെയധികം വിലപ്പെട്ടതാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ കാറ്റഗറിയിൽപ്പെട്ടവർ 3 വർഷത്തിന് ഡിഗ്രി ആണെങ്കിൽ ഡിലീറ്റ് ECR ഓപ്ഷൻ കൊടുക്കണം. പിന്നെ അതുപോലെ അപ്പിയറൻസ്, ഡേറ്റ് ഓഫ് ബർത്ത്, സർനെയിം, ഏകദേശം ഓപ്ഷൻസ് അത് കൊടുക്കുക. പിന്നെ അതുപോലെ ഈ അതേഴ്സ് എന്നുള്ള ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതൊന്നും ഇല്ലാത്ത ഓപ്ഷൻ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ സ്പെസിഫൈ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അങ്ങനെ കൊടുത്തിട്ടും എന്ത് ചെയ്യാം, മുന്നോട്ട് പോകാനുള്ള ഒരു സംവിധാനം ഉണ്ട്. പിന്നെ അതിൽ വരുന്നതാണ് ടൈപ്പ് ഓഫ് അപ്ലിക്കേഷൻ, നോർമൽ, തൽക്കാൽ, 2 ഓപ്ഷനാണ് വരുന്നത്. അതിൽ എല്ലാവർക്കും അറിയുന്നതായിരിക്കും. നോർമൽ എന്ന് പറഞ്ഞാൽ സാധാരണ ഗതിയുള്ളത്, തൽക്കാലം എന്ന് പറയുമ്പോൾ ഡേറ്റ് കുറച്ചും കൂടി അടുത്ത് കിട്ടും. അതുപോലെ പാസ്പോർട്ട് പ്രോസസ്സിങ്ങും